നമസ്കാരം. ഇന്ന് മാർച്ച് 3, 2026 വെള്ളിയാഴ്ച. ഞാൻ കടയിലേക്ക് പുറപ്പെട്ടതാണ്, പട്ടാമ്പി കൊപ്പത്ത്. അപ്പോൾ ഇന്ന് പറയണമെന്ന് വിചാരിച്ചാൽ, എൻ്റെ കടയിൽ നേരിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ നല്ല നോക്കണം. 3 മണിക്കൂർ നേരം കൊണ്ട് ഏത് രോഗത്തിൻ്റെ മരുന്നാണെങ്കിലും, ഇന്ന് അപകടം പറ്റിയത് അല്ലെങ്കിൽ ഷോക്ക് വന്നത്, ആക്സിഡൻറ്റ് പറ്റിയത്, പട്ടി കടിച്ചവർക്ക് 3 മണിക്കൂർ നേരം കൊണ്ട് കടയിൽ വന്നാൽ മരുന്നാണ്. വീട്ടിലേക്ക് വന്ന അരമണിക്കൂർ നേരം കൊണ്ട് മരുന്ന്. വീട്ടിലേക്ക് വരേണ്ട സമയമുണ്ട് രാവിലെ. അതായത് പട്ടി കടിക്കുക, ആക്സിഡൻ്റ് ആവുക, അതുപോലെയുള്ള മരുന്ന്. അതായത് ഇതിൻ്റെ പൈസ മുൻകൂട്ടി നിങ്ങൾ കണ്ട് ഉടനെ എത്ര ഉറുപ്പ് അടക്കണം എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് അടക്കണം. മാത്രമല്ല, നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് തരണം. നിങ്ങളുടെ ആധാർ കാർഡ്, ആ മൊബൈൽ നമ്പറൊക്കെ അതിൽ വാട്സപ്പിൽ രേഖപ്പെടുത്തണം. അയാളുടെ എന്തെങ്കിലും ഒരു വോയിസ്, അതായത് രോഗമില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വോയിസ്, ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അത് ഒരിക്കലും നിങ്ങൾ നിസ്സാരമാക്കി അല്ലത്. ഇത് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. അതായത് 4 മണിക്കൂർ നേരം കൊണ്ട് പുതിയ രോഗം തീരുമാനിച്ച 2 കിഡ്നി കേടായവർക്ക്, ഷോക്ക് വന്നവർക്ക്, അതുപോലെ ആക്സിഡൻ്റ് അപകടം പറ്റിയവർക്ക്, അതുപോലെ ക്യാൻസർ തീരുമാനിച്ചവർക്ക്, അതുപോലെ മജ്ജപ്പഴുപ്പുള്ളവർക്ക്, അതുപോലെ അപസ്മാരം ഉള്ളവർക്ക് 3 തരമാണ്. മലദ്വാര ക്യാൻസർ 3 തരമാണ്. അതിലൊരു ഭാഗം, കാരണം എല്ലാത്തിനും 10 തരം ഉണ്ടാവുമല്ലോ, അതിലൊരു തരമാണ് ഈ പറയുന്നത്. അതായത് 4 ലിറ്റർ കഷായം 4 മണിക്കൂർ നേരം കൊണ്ട് ഏത് കൊമ്പനെയും അതിജീവിക്കും. ഇത് ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല കേട്ടോ. ചില ഞാൻ 52 കൊല്ലമായി ഈ ജോലി തുടങ്ങിയിട്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും പല തരത്തിൽ ജോലി ചെയ്യാറുണ്ട്. അതിലാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ആ 1.5 ലിറ്റർ 1 ലിറ്ററൊക്കെ കഷായം അരച്ച മരുന്ന് വെച്ചവരുണ്ടല്ലോ, അതിൻ്റെ ശേഷം അവർക്കൊന്നും പിന്നെ വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല, ഇനി വരാതിരിക്കട്ടെ. അപ്പോൾ ഇതിലെന്ത് മനസ്സിലായി നിങ്ങൾക്ക്? അതുപോലെ നിങ്ങളുടെ ഏത് എല്ല് പൊട്ടിയാലും ഞാൻ മരുന്ന് വെച്ച അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. മരുന്ന് വെക്കാൻ 3 മണിക്കൂർ വേണം കേട്ടോ. മരുന്ന് വെക്കാൻ 3 മണിക്കൂർ വേണം. അതുകൊണ്ട് നിങ്ങൾ വാശി പിടിക്കരുത്. ഞാൻ പട്ടാമ്പി കൊപ്പത്തുണ്ട്, നിങ്ങൾക്ക് ആർക്കും വരാം. അവിടെ വന്നാൽ ഒരു 500 രൂപ, ഒരു 1000 രൂപ എനിക്ക് തരണം. അതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. പിന്നെ എനിക്ക് കുറച്ച് പണിക്കാരെ ആവശ്യമുണ്ട്. അത് ഞാൻ സാഹചര്യം പോലെ ലെവലാക്കാൻ എനിക്ക് പറ്റിയ പണിക്കാർ വേണം. അല്ലാണ്ട് നിങ്ങൾ ആരെങ്കിലും വന്നാലൊന്നും പറ്റില്ല. എൻ്റെ കുറച്ച് ഉപാധി പറയും ഞാൻ. ഇരട്ടപ്പെട്ടിയിലെ കുട്ടികൾ ജീവിതത്തിൽ ഇതുവരെ നുണ പറയാത്ത, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു മതക്കാരനായിരിക്കും, നിങ്ങളുടെ ഏത് മതമാവട്ടെ, അത് ആ കർമ്മം കൃത്യമായിട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള ആളുകൾ. മാത്രമല്ല, ഈ ചെയ്യുന്നത് ഒരു കർമ്മം കൂടിയാണ്, മുഴുവൻ പൈസ അല്ല എന്ന് കണക്ക് വന്നു. അപ്പോൾ അതിലുള്ള ജോലി നമ്മൾ ഫോൺ വിളിച്ച് പറഞ്ഞാൽ നമുക്ക് ആ സാധനം ഇവിടെ എത്തണം. ഒന്ന്. പുറമേ ഉള്ള ആളുകളെ നമ്മൾ ഡോക്ടർമാരും പഠിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അങ്ങനെ വരും. ഇതിന് മുമ്പ് ഞാൻ നോക്കിയിരുന്നു. അത് ഭയങ്കര തൊരടിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം ആളുകളെ ഇവർക്ക് ലീവ് ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്കുണ്ടല്ലോ, ലീവ് ഉണ്ടാവില്ല. എല്ലാ ദിവസവും പുലർച്ചെ 5 മണി മുതൽ 8 മണി വരെ ജോലി ചെയ്യുക. മനസ്സിലായല്ലോ? 5 മണി മുതൽ. അതിലൊരു ഉപാധി ഇല്ലാതാണ് ഏറ്റവും വലിയ അത്ഭുതം. പെരുന്നാളില്ല, ഓണമില്ല, വിഷുവില്ല, പൂരമില്ല, നേർച്ചയില്ല, അതൊന്നും അതിന് തടസ്സമല്ല. അപ്പോൾ അത്തരമുള്ള ആളുകൾ മാത്രമേ നമ്മളായിട്ട് സഹകരിക്കാവൂ. കളവ് പറഞ്ഞ ഒരാളും പറ്റില്ല. ഇത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ ഒരു കർമ്മമാണ്. ഒരു 40 വയസ്സിൻ്റെ മുകളിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല കർമ്മിയാണ്. അപ്പോൾ ഇതെല്ലാവരും അനുസരിക്കണം. അപ്പോൾ ഏത് ആൾക്കും 4 മണിക്കൂർ 4 ലിറ്റർ മരുന്നിൽ രക്ഷപ്പെടും. ചില ആളുകൾക്ക് 30 ലിറ്റർ കഷായം, അതായത് ഷുഗർ വന്നാൽ, മുറിയുള്ളവർക്ക് നമുക്ക് ഒരൊറ്റത്തോടെ മരുന്നിന് ഉണക്കിക്കളയാം. ചിലവ് വരും കേട്ടോ. നിങ്ങളുടെ തമാശ കളിയൊന്നും ഇവിടെ കയറി കളിക്കരുത്, അതൊന്നും പറ്റില്ല. നമ്മൾ മരുന്ന് കണ്ടുപിടിച്ചത് മാത്രമല്ല, അതിട്ട് ചില ഉപയോഗമുണ്ട്. ഇതുവരെ നിന്നതൊക്കെ ഇത് കണ്ടുപിടിക്കാനൊക്കെ വലിയ ചിലവുണ്ട്. അതൊക്കെ ലോണിൽ കിടക്കുക. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളായിരുന്നു. നമ്മുടെ നാട്ടിലെ CPM കാര്യം, ലീഗുകാരെയും നിങ്ങൾ വിശ്വസിക്കരുത്. അറാൻ പറഞ്ഞവരാ. അതായത് അറാൻ പറഞ്ഞവർ പറഞ്ഞാൽ മുഴുവൻ തീവ്രവാദികളാണ്.
അതായത് എൻ്റെ ഏകദേശം 400ഓളം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം കംപ്ലീറ്റ് കട്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ തങ്ങന്മാരോ ഔലിയാക്കന്മാരോ പൂറന്മാർ നായ്ക്കൾ. ഒരു കല്ലേക്കാട്ടിലെ തറവാട്ടിലാണ് കുറേ പതിയിലാണ് നായ്ക്കൾ. അപ്പോൾ രണ്ടാമത്തെ കാര്യം പറഞ്ഞെന്താണെന്ന് വിചാരിച്ചാൽ എൻ്റെ വീടും പിന്നെ എൻ്റെ ഒരു പരസ്യ ബോർഡ് ഇവിടെ നാശമായി കിടക്കുന്നുണ്ട്. ആലിൻ്റെ ചുവട്ടിലേക്ക് പൊണ്ണോടുത്ത് രാഘവേശൻ്റെ കടന മുമ്പിൽ. അത് പുറമക്കാരൊന്നുമല്ല, അതായത് അങ്ങാടി തോറ്റ നമ്മുടെ സമാനത്തിൻ്റെ ഉള്ളിൽ ആനയെ കയറ്റുക എന്ന് പറഞ്ഞാൽ കുറേ നായ്ക്കളുണ്ട്. അത് മാർക്കറ്റ് വാട്ടർ ലീഗിൻ്റെ സ്വഭാവമാണത്. അതവർക്ക് തന്തമില്ലാത്തവന്മാരാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓർക്കണം, അത് പെടുന്ന ആളുകളുടെ തണ്ടൽ മുറിഞ്ഞിട്ട് പിന്നെ അമ്പലത്തിൽ കയറി കളിച്ചിട്ട് തണ്ടൽ മുറിഞ്ഞിട്ട് അത് ആ മതക്കാരനെ കയ്യിൽ മതത്തിനൊന്നും ഞാൻ അങ്ങനെ പറയുന്നില്ല, അത് അവർ തമ്മിലുള്ളതാണ്, കയ്യിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. തണ്ടൽ മുറിഞ്ഞിട്ട് 60 കൊല്ലമായിട്ട് കേടെടുത്തിയില്ല ചില അവർ എന്നെ നാശാക്കാന്നാ കണ്ടുള്ള പണി. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലെ മുഴുവൻ മുമ്പന്മാർ മനസ്സിലായില്ലേ. അപ്പോൾ ഇത് ഞാനിങ്ങനെ പറയാനുണ്ടായിരുന്ന സാഹചര്യം മിക്കത് അവരെ ഉണ്ടാക്കിയതിനേക്കാളും നന്നായിട്ട് അത് ഞാനവിടെ ഉണ്ടാക്കിയതിനേക്കാളും നന്നായിട്ട് നേരെ വെക്കേണ്ടത് എന്നേക്കാണ് കൂടുതൽ ആവശ്യം അവരെയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാനൊരു സാധനം ഉണ്ടാക്കാനാണ്, നാശാക്കാൻ പോലെ അന്നേരം കൊടുക്കുന്നൊന്നുമല്ല. ഞാനുണ്ടാക്കിയ കറണ്ട്, ഞാനുണ്ടാക്കിയ സംവിധാനം, ഞാനുണ്ടാക്കിയ മരുന്നിൻ്റെത് അതുമ്മ ചോദ്യം ചെയ്യാനൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു നായി ഇതുവരെ വളർന്നിട്ടില്ല. ലീഗിലും ഒരു തന്നില്ലാത്തവനത് വരില്ല, ഒരൊറ്റൊന്നുമില്ല, വരില്ല. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ പ്രതികരണം മാത്രമല്ല, ചില സത്യങ്ങളാണ്. അപ്പോൾ ഞാൻ കൊപ്പത്തൻ്റെ കടയിലുണ്ടാവും 4:30 മണി മുതൽ, അതായത് രാവിലെ 10:30 തുറക്കുക. അതിൻ്റെ മുമ്പൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ പിന്നെ ഒരുപാട് തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ നിർത്തണം. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ മാധ്യമം എന്നെ ഒരു പക്ഷേ കേരളത്തിലെ ജനം മുഖ്യമന്ത്രിയായി എടുക്കപ്പെടുകയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിനെയും അവരുടെ പത്രവും മാതൃഭൂമി പത്രവും മനോരമ പത്രവും പച്ചക്ക് കത്തിക്കും. ഇതെന്നെ മുന്നറിയിപ്പാണ്. കാരണം സത്യം പത്രത്തിൽ എഴുതാണ്ട് നുണ പ്രചരിപ്പിച്ചതിനാണ്. അതുപോലെ തന്നെ ഡയാലിസിസ് സെൻറ്റർ, ലീഗിൻ്റെ ഡയാലിസിസ് സെൻറ്റർ, ലീഗുകാരത് മാത്രമൊന്നുമല്ല, എല്ലാ ആപ്പയും കൊള്ളുന്നുണ്ട്. അതുപോലെ വിംസ് ആശുപത്രി ഇത് ശരിക്കും കണക്കൂട്ടണം. അതായത് ഇവരൊക്കെ ജനങ്ങളെ മനഃപൂർവ്വം കൊല്ലുകയാണ്, കരുതി കൂട്ടി കൊല്ലുകയാണ് എന്നൊരു ഭാഷയും കൂടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് തട്ടിപ്പ് നടത്തുന്നതിൻ്റെ പേരിൽ പിണറായി വിജയനെതിരെയും CPM-കാർക്കെതിരെയും ലീഗിനെതിരെയും പരാതി കൊടുക്കാൻ ധൈര്യമില്ലാത്തവർ എന്തിനാ ചങ്ങായിമാരെ വെറുതെ ജീവിച്ച് ഭൂമിക്ക് കനാക്കി നടക്കുന്നത്? ഭൂമിക്കൊരു ഭാരം പാത്തക്കരുത്. നിങ്ങൾ കുറച്ച് സോഷ്യലാവണം. ഇവിടുത്തെ പണ്ഡിതന്മാർ മുഴുവൻ നുണയെ പറയുന്നത്, ഹറാം പറഞ്ഞ പണ്ഡിതന്മാരാണ് സമസ്തയിലുള്ളവർ ഫുള്ളായിട്ട്. ഒരെണ്ണം നല്ല ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല, മനസ്സിലായില്ലേ? പോലെ ആ കാര്യങ്ങൾ ഇറക്കുന്ന പോലെ തന്നെയാണ് മറ്റുള്ളവർ. ഇപ്പം എന്തായെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചുറ്റുപാടിലേക്ക് വന്നു. അപ്പോൾ കൊറോണ വൈറസിൽ ആരും പേടിക്കണ്ട. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം ഒരുപാട് മോശത്തരം ഇവർ ചെയ്തതുകൊണ്ടാണ് എന്ന് നിങ്ങൾ കണക്കാക്കണം. ഞാൻ കുത്തിനെ പിടിച്ച് പറയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുള്ള എന്നെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നടന്നു ചെയ്യും. അതെനിക്ക് ഞാനങ്ങനെ ഒരാളെയും പേടിക്കില്ല. നിങ്ങൾക്ക് പറയാനുള്ളൊരു വേദിയുണ്ട്, ഞാൻ തെറ്റ് ചെയ്തില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്ന് വെല്ലുവിളിക്കുക. അപ്പോൾ ഞാൻ എന്തോ അതിലൊരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ നിർത്തി വെക്കും. മറ്റുള്ള ഒരു കാര്യങ്ങളും നടക്കില്ല. ഒരു പക്ഷേ നിങ്ങളാ പറയുന്നത് തെളിയിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നും കൂടി നിങ്ങൾ പറയണം. അത് തെളിയിക്കപ്പെട്ടാൽ അത് കൃത്യമായിട്ട് തെളിയിക്കുക. കാരണം ഇന്ന് പറഞ്ഞാൽ കള്ളത്തരം ചെയ്യാൻ പറ്റില്ല. എൻ്റെ പേരിലൊരു ഫോണിൽ അനാവശ്യം ചെയ്തത് കാരണം അത് പിന്നെ കൊടലൂരിന്ന് പറഞ്ഞിട്ട് കയറ്റിയത് എവിടെയെന്ന് പറയും, ഖത്തറിന്നായിരുന്നു. അതിൻ്റെ ബാക്കി കയറ്റിയത് പിന്നെ UAE നിന്നായിരുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റുകളൊക്കെ റീമാർക്ക് കണ്ടീഷനുള്ളവരാണ്. ഒക്കെ ഞാനിത് വരുന്ന സമയത്ത് എന്നെ പൊതുജനങ്ങൾ തിരഞ്ഞെടുത്താൽ പൊതുജനങ്ങൾക്ക് ക്ഷേമം ചെയ്യുന്ന കൂട്ടത്തിൽ ഈ സാധനങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പരിശോധിച്ച് മാത്രമല്ല, ആ ടവർ ഇനി അവിടെ ഉണ്ടാവില്ല. അത് ഞാൻ വാക്ക് തരാം. അതുണ്ടാക്കിയ ആ തകരാറ് ചെയ്തവൻ്റെ കുടുംബങ്ങളും അവനും ഇവിടെ ഉണ്ടാവില്ല. എന്താ കാരണം എന്നറിയോ? ഇവർ കാരണം ലോകത്തെ ഒരുപാട് എണ്ണത്തിന് നാശമാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും.